നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് പ്രാർത്ഥനയെന്ന്. എന്താണ് പ്രാർത്ഥനയെന്ന് ചോദിച്ചാൽ അത് ദൈവവും മനുഷ്യനുമായുള്ള ഒരു സംഭാഷണമാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രാർത്ഥന എന്നത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നൂൽപ്പാലം എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ സമൂഹത്തിൽ ചിലരുണ്ട്, എന്താ പ്രാർത്ഥിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ടൈമില്ല, ഈ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാനാണ്. മറ്റു ചിലരുണ്ട്, എന്താ പ്രാർത്ഥിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം, എനിക്കൊരു സഹായവും കർത്താവിൽ നിന്ന് കിട്ടുന്നില്ല, പിന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം, വെറുതെ സമയം കളയാനല്ല. ഇങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ആ ഒന്നാമത്തെ കാറ്റഗറിയിലുള്ളവരോടാണ്, സമയം കിട്ടാത്തവരോട്. ചിലപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ പ്രാർത്ഥനയോട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഒരു 2 മിനിറ്റ് പ്രാർത്ഥന കൊടുത്തൂടെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ജീവിതത്തിൽ? അങ്ങനെ കൊടുക്കുമെങ്കിൽ അതിന് ഫലമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ. അതിന് നല്ല ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം. സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു വചനഭാഗം ഒന്നെടുത്ത് വായിച്ചു നോക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വചനം ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അത് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. കാരണം അവിടുന്ന് എപ്പോൾ നമ്മോടൊപ്പം